ഞങ്ങളുടെ മുമ്പിൽ വീര്യം കുറഞ്ഞ മദ്യമുണ്ട്. ഞങ്ങൾ അതിനൊരു ടാക്സ് റേറ്റ് നിശ്ചയിച്ചു. അതാണ് ടാക്സ് റേറ്റ്. 120 ശതമാനം മുതൽ 120ഉം 175 2 ടാക്സ് റേറ്റ് നിശ്ചയിച്ചു. ഞങ്ങൾ മദ്യനയം തീരുമാനിക്കേണ്ടത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. UDF ആണ്. UDF ഞങ്ങളെല്ലാവരുമായിട്ട് സംസാരിക്കും. എല്ലാവരുമായിട്ട് ഞങ്ങൾ സംസാരിക്കും. ഞങ്ങളൊരു ഡ്രാഫ്റ്റ് രൂപപ്പെടുത്തും. ആ ഡ്രാഫ്റ്റ് എല്ലാ കക്ഷികളും സംസാരിക്കും. ഞങ്ങളൊരു തീരുമാനം എടുക്കും. ഞങ്ങളൊരു തീരുമാനം എടുത്ത് നിങ്ങളെ പോലെ മദ്യനയത്തിൻ്റെ ഭാഗമാക്കി വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണം എന്ന് UDF പോളിസി വന്നാൽ ഇതായിരിക്കും ടാക്സ്. ഇനി UDF തീരുമാനിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണ്ട, അത് വിൽക്കില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ്. 3 ദിവസമായി നടന്ന ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. അദ്ദേഹത്തിന്റെ വാദമനുസരിച്ച് ഒന്നും തീരുമാനമായിട്ടില്ല. ബജറ്റ് അംഗീകരിച്ചു, നികുതി അംഗീകരിച്ചു, പക്ഷേ തീരുമാനം UDFന് വിട്ടിരിക്കുകയാണ്. ഇതാണിപ്പോൾ VD സതീശൻ U-ടേൺ അടിച്ചു എന്ന രൂപത്തിൽ പ്രമുഖ മാധ്യമങ്ങളെല്ലാം വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളുടെ ഒന്നാം തലക്കെട്ടായി വന്നിട്ടുണ്ട് VD സതീശൻ U-ടേൺ അടിച്ചു എന്ന്. എന്നാൽ ഇവിടെ ഒരു U-ടേണും അടിച്ചിട്ടില്ല. നികുതി തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. അത് ഇളവോടുകൂടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ബക്കാടി കമ്പനിക്ക് ഇളവ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി ബക്കാടി കമ്പനി കേരളത്തിൽ മദ്യം വിൽക്കണമോ വേണ്ടയോ എന്ന കാര്യമാണ് UDF തീരുമാനിക്കുക. കൃത്യമായും VD സതീശൻ പറയുന്നുണ്ട്, വിൽക്കാൻ തീരുമാനിച്ചാൽ എന്ന് വെച്ചാൽ UDF മദ്യം വിൽക്കാൻ തീരുമാനിച്ചാൽ ടാക്സ് ഏതായിരിക്കും, നികുതി ഏതായിരിക്കും? നിയമസഭ അംഗീകരിച്ച നികുതിയായിരിക്കും. എന്ന് വെച്ചാൽ കേരളത്തിൽ ബക്കാടി കമ്പനിക്ക് നികുതി ഇളവ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഇനി UDF തീരുമാനിക്കണമോ വേണ്ടയോ എന്നത് മറ്റൊരു സാങ്കേതിക പ്രശ്നമാണ്. ബജറ്റ് അംഗീകരിക്കുന്നതോടുകൂടി, നികുതി തീരുമാനിക്കുന്നതോടുകൂടി വളരെ എളുപ്പത്തിൽ ബക്കാടി കമ്പനിക്ക് കേരളത്തിൽ അവരുടെ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാം. അത് നിയമപരമായി അവരുടെ അവകാശമായി മാറി. ഇനിയിപ്പോൾ സർക്കാർ അംഗീകാരം നൽകിയില്ല എന്ന് വെക്കുക, അവർക്ക് കോടതിയിൽ പോകാം. കോടതിയിൽ പോയി അനുകൂലമായ വിധി സമ്പാദിക്കാം. എളുപ്പത്തിൽ ലഭിക്കുകയും ചെയ്യും. കാരണം നിയമസഭ അംഗീകരിച്ച നികുതി, ആ നികുതി അനുസരിച്ച് മദ്യം വിൽക്കാൻ ഞങ്ങൾക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ബക്കാടി കമ്പനി കോടതിയിൽ പോയാൽ കോടതി അത് അംഗീകരിക്കും. അതിനുള്ള വഴിയൊരുക്കുകയാണ് ചെയ്തിരിക്കുന്നത് VD സതീശൻ. അപ്പോൾ UDFനെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ VD സതീശൻ കളിച്ചിരിക്കുന്നത്. UDF നേതാക്കൾക്ക് പറയാം, എതിർത്ത മുസ്ലിം ലീഗിന് പറയാം, സമസ്തയ്ക്ക് പറയാം, മറ്റ് സംഘടനകൾക്ക് പറയാം, ഇനി UDF തീരുമാനിക്കുമല്ലോ, താൽക്കാലികമായി സാങ്കേതികമായി സഭ അംഗീകരിച്ചു എന്നതേയുള്ളൂ എന്ന് പറയാം. അതിനുവേണ്ടി അവർക്കൊരു സാധ്യത തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് തട്ടിപ്പ് എന്ന് പറയുന്നത്. ഇതാണ് VD സതീശന്റെ ബുദ്ധി എന്ന് പറയുന്നത്. എല്ലാം അംഗീകരിച്ചിരിക്കുന്നു എന്നർത്ഥം. കേരളത്തിൽ മദ്യത്തിന് ബക്കാടി കമ്പനിക്ക് അനുകൂലമായി തീരുമാനം വന്നിരിക്കുന്നു. ബജറ്റ് പ്രഖ്യാപനത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ VD സതീശൻ തയ്യാറായില്ല. അദ്ദേഹത്തിന് പുറകോട്ട് പോകണമെന്നുണ്ടായിരുന്നുവെങ്കിൽ ആ തീരുമാനം പിൻവലിച്ചാൽ മതി. സഭയിൽ നിന്ന്, ബജറ്റിൽ നിന്ന് അക്കാര്യം മാറ്റിയാൽ മതി. എളുപ്പത്തിൽ നടക്കുന്ന കാര്യമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. എന്ന് വെച്ചാൽ ബക്കാടി കമ്പനിക്ക് അനുകൂലമായ തീരുമാനത്തിന് നിയമ പ്രാബല്യം കൂടി നൽകിയിരിക്കുന്നു എന്നർത്ഥം.